നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM-നെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കി വീണ വിജയന്റെ എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന വിവരം പുറത്തുവന്നു. അബുദാബിയിലെ അക്കൗണ്ടിലൂടെ വിദേശ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. എക്സാലോജിക്കിന് വിദേശ അക്കൗണ്ടിലേക്ക് പണം നൽകിയവരിൽ SNC ലാവലിനും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണ്. സർക്കാരിൽ നിന്നുള്ള സേവനത്തിന് പ്രത്യുപകാരമായുള്ള കമ്മീഷൻ എന്ന തലത്തിലേക്ക് ആരോപണം കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഷോൺ ജോർജ്. ഇക്കാര്യത്തിൽ CPM ഇതുവരെ മിണ്ടിയിട്ടില്ല. കരുതലോടെയായിരിക്കും പ്രതികരണം എന്ന് വ്യക്തമാണ്. CMRL എക്സാലോജിക് ഇടപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനിടെ ഉയർന്നുവന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് തെളിവ് മൂല്യം ഉണ്ടോ? പണം വന്ന വഴികൾ ഒളിച്ചുവെക്കാൻ കഴിയുന്നതാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എക്സാലോജിക്കിനെതിരെ കോടതിയിലും പരാതി നൽകിയിട്ടുള്ള ഇപ്പോൾ ഈ ആരോപണം വെളിപ്പെടുത്തിയ ശ്രീ ഷോൺ ജോർജ് BJP നേതാവ് തത്സമയം ചേരുകയാണ്. CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കോൺഗ്രസ് വക്താവ് ശ്രീ സേനാപതി വേണു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരും പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ആദ്യം ശ്രീ ഷോൺ ജോർജ്, താങ്കൾ വെളിപ്പെടുത്തിയത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. താങ്കൾ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നു അതിന്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം എന്ന്. പക്ഷെ താങ്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യത്തിന്റെ അഭാവമുണ്ട്. അത് ഈ അക്കൗണ്ടിന്റെ വിവരങ്ങളാണ്. അബുദാബിയിൽ കമേഴ്സ്യൽ ബാങ്കിൽ വീണ വിജയന് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്. അത് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലാണ്. ഇതിലേക്ക് മറ്റ് വിദേശ കമ്പനികളിൽ നിന്നുള്ള പണം വന്നു. അതിൽ SNC ലാവലിനും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും ഉൾപ്പെടുന്നു. പിന്നെ മറ്റ് കമ്പനികളുമുണ്ട്. അതുപോലെ തന്നെ ഇതേ അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോലും പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞതുപോലെ അതിൽ അഭാവമായിരിക്കുന്നത് ഈ അക്കൗണ്ട് വിവരങ്ങളാണ്. അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമായിരിക്കുമല്ലോ സ്വാഭാവികമായും എതിർവശത്തുണ്ടാകുന്നത് എന്ന കാര്യം താങ്കൾക്ക് ഉറപ്പാണല്ലോ. അക്കാര്യങ്ങൾ താങ്കളുടെ കൈവശമുണ്ടോ ഇല്ലയോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട്, അത് വിദേശത്താകട്ടെ ഇന്ത്യയിലാകട്ടെ, നമുക്കൊരു വ്യക്തിയുടെ അക്കൗണ്ട്, ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് പുറത്തുവിടാൻ കഴിയുമോ? ഒരു കാരണവശാലും കഴിയില്ല. കാരണം അത് നിയമപരമായ തെറ്റാണ്. അത് അയാളുടെ പ്രൈവസിയിൽ പെടുന്നൊരു കാര്യമാണ്. എനിക്കത് കിടക്കാൻ കഴിയില്ല. പക്ഷേ അന്വേഷണ ഏജൻസികൾക്ക് ആ അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസ് പുറത്തുവിടാൻ കഴിയും. പുറത്തുവിടാനല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് എടുക്കാൻ കഴിയും. അത് സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താൻ കഴിയും, നടപടി സ്വീകരിക്കാൻ കഴിയും. ഞാൻ ഈ വിഷയത്തിൽ പരാതി കൊടുത്തതിന് ശേഷം സ്വാഭാവികമായും ഞാൻ മിനിങ്ങാന്ന് ഇതിൻ്റെ IA ആയിട്ട് ഹൈക്കോടതിയിൽ എൻ്റെ 2 പെറ്റീഷനും എൻ്റെ ഹൈക്കോടതിയിൽ എൻ്റെ പരാതി നിലനിൽക്കുകയാണ്. അത് നാളെ കോടതിയിൽ വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ IA ഫയൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, എൻ്റെ പരാതിയുടെ ഒരു സെക്കൻഡ് ഫേസ്, അന്വേഷണത്തിനപ്പുറത്ത് ഡിസ്ചാർജ്മെന്റ് ഓഫ് അസറ്റ്സ്, അതായത് ഇവിടുന്ന് പോയിട്ടുള്ള പണം തിരികെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതും എൻ്റെ പരാതിയുടെ ഭാഗമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെ നിന്ന് പോയി, എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കോടതിയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും അന്വേഷണ ഏജൻസികളെയും അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഇന്നലെ ഞാൻ IA ഫയൽ ചെയ്തപ്പോൾ മുതൽ അതൊരു പബ്ലിക് ഡോക്യുമെന്റാണ്. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെയും കാണുകയും അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. അല്ലെങ്കിൽ ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ട കാര്യമല്ല. പക്ഷെ ഞാൻ കോടതിയിൽ അറിയുമ്പോൾ അതൊരു പബ്ലിക് ഡോക്യുമെന്റായി സ്വാഭാവികമായിട്ട് ആ വിവരം. അല്ലാതെ ഇന്ന് രാവിലെ ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ നിന്ന് ആ വിവരങ്ങൾ ലഭിച്ച് ഒരു പത്രത്തിൽ, ഇന്നൊരു പ്രമുഖ പത്രത്തിൽ ഇന്ന് ഫ്രണ്ട് പേജ് വാർത്ത ചെയ്താണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് പൂർണ്ണമായി, ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ എന്തുകൊണ്ട് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താക്കുറിപ്പിലൂടെ നിഷേധിക്കാം, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു വാർത്താക്കുറിപ്പിലൂടെ നിഷേധിക്കാം, ഈ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇതൊന്നുമില്ലല്ലോ. CPM-ന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പോൾ 7-8 മണിക്കൂറായി. ഈ സമയത്തിനിടയിൽ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് ഇല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരിയാണ്. പ്രസക്തമായ ഒരു ചോദ്യമാണ് ഷോൺ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഷോണ് വിദേശത്ത് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അതിന് അതിൻ്റെതായ നിയമവശങ്ങൾ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. രാജ്യത്ത് ഇൻകം ടാക്സ് റിട്ടേൺ നൽകുന്ന സമയത്ത് ആ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൂടി നൽകണം. അതല്ലെങ്കിൽ അത് നിയമപരമായ നൂലാമാലകളിലേക്ക് പോകും.
അപ്പോൾ അത് നൽകിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഒരു സംശയവും താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല എന്നല്ലേ ഷോൺ പറഞ്ഞത്? അതാണെങ്കിൽ അത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായ തെറ്റാണ്. നൽകിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ തെറ്റല്ല. പക്ഷേ അങ്ങോട്ടേക്ക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെയും ലാവലിന്റെയും പൈസ എന്തിനു വന്നു എന്ന് മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ ബാധ്യസ്ഥരാണ്. അതായത് താങ്കൾ അത് കൊണ്ടുചെന്ന് എത്തിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വ്യക്തമാണിത്. കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൽ നിന്ന് ഏതൊക്കെ കമ്പനികളുമായിട്ട് ഈ കഴിഞ്ഞ ആ ഒരു കാലയളവിൽ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് അവിടെ നിന്ന് തുടങ്ങി 2019 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ CMRലുമായിട്ടും ഇടപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ട് നേരിട്ടുള്ള ഇടപാടായിരുന്നു. പക്ഷേ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായിട്ടുള്ള ഇടപാട് മറ്റു തലത്തിലാണ്. സർക്കാരിന്റെ 3 പ്രധാനപ്പെട്ട പ്രോജക്റ്റിൽ പങ്കാളികളായിക്കൊണ്ടുള്ള ഇടപാടാണ്. അതിൽ K-Phone ഉൾപ്പെടുന്നുണ്ട്, സ്പേസ് പാർക്കിന്റെ കാര്യം അതിൽ ഉൾപ്പെടുന്നുണ്ട്, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 കാര്യത്തിലുമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇതിൽ ഈ സർക്കാർ പ്രത്യുപകാരം എന്ന നിലയിൽ നൽകിയിട്ടുള്ള കമ്മീഷൻ എന്ന് പറയാം അതിനെ, അത് ഈ പറയുന്ന വീണയുടെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നു ഈ കമ്പനികൾ. അതല്ലേ താങ്കൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? അതല്ലേ താങ്കൾ ലക്ഷ്യമിടുന്നത്? അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വല്ലതും വീണ വിജയന്റെ കമ്പനി ചെയ്തു എന്ന് CPMന്റെ ന്യായീകരണം ഇതിന്റെ പുറകെ വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും ഇത് ഈ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന സമയം 2018 ഡിസംബർ 1 പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി സംസ്ഥാന സർക്കാർ എഗ്രിമെന്റ് ഒപ്പിടുന്നത്. 2020 ശ്രീ സ്വപ്ന സുരേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായപ്പോൾ 2020 മാർച്ച് മാസം 30-ാം തീയതി ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുന്നു, അത് ടെർമിനേറ്റ് ചെയ്യുന്നു. ആ കാലഘട്ടത്തിനിടയിലാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അത് എന്തിനാണ്? അരിയാഹാരം തിന്നുന്ന ഏത് മനുഷ്യനും മനസ്സിലാവില്ല അത് എന്തിനു വേണ്ടിയാണെന്ന്. അപ്പോൾ ഈ CMRL എക്സാലോജിക് ഇടപാടിലെ ആ ഒരു പണമോ അതും താങ്കൾ സംശയിക്കുകയാണോ ഈ വിദേശ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന്? അതായത് രഹസ്യമായി മെയിൻറ്റെയിൻ ചെയ്ത ഒരു അക്കൗണ്ടാണ് എന്നാണ് താങ്കൾ പറയുന്നത്. അത് മാത്രമല്ല അതൊരു സിംഗിൾ അക്കൗണ്ട് അല്ല, അതൊരു ജോയിന്റ് അക്കൗണ്ടാണ്. അതെ അതെ, CMRL ഉൾപ്പെടെയുള്ള CMRL നമ്മൾക്ക് ഞാൻ പറയില്ല 40,000 കോടി രൂപയുടെ ഇലുമിനേറ്റ് കേരള സംസ്ഥാനത്തിന്റെ തീരദേശത്തു നിന്നും കടത്തിയിട്ടുണ്ട്. 2018 ശേഷം വലിയ എമൗണ്ടാണ് കടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ തുക എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് ഇവിടെ പൊതുസമൂഹം നമ്മുടെ മുമ്പിൽ കൊള്ളത് 132 കോടി രൂപ അഴിമതി നടത്തിയെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് 132 കോടിയാണ്. അതിനുള്ളിൽ നിന്ന് വീണ കൈപ്പറ്റിയിട്ടുള്ള 1.72 കോടി രൂപയാണ്. പക്ഷേ ഇവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയ ആ കരിമണലിന്റെ പണം എവിടേക്ക് പമ്പ് ചെയ്തു, എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ അന്വേഷണത്തിന് വിധേയമാകേണ്ടത് തന്നെയുണ്ട്. എന്റെ പരാതിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കുവാനുള്ള നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ എന്റെ പരാതിയുടെ ഭാഗമാണത്. ഇത് എവിടെയൊക്കെ ഈ പണം പോയിട്ടുണ്ട്, എവിടെയൊക്കെ ലോകത്ത് എവിടെയാണെങ്കിലും ആ പണത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഇതിന്റെ ഭാഗമായി നടക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ പണം തിരികെ കിട്ടുള്ളൂ. പക്ഷേ ശ്രീ ഷോൺ ജോർജ്, താങ്കൾ പറഞ്ഞു മറ്റൊരാളുടെ അക്കൗണ്ടിലെ വിവരങ്ങൾ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പല അക്കൗണ്ടിൽ നിന്നായിരിക്കും. ശരി, അക്കൗണ്ടിൽ എങ്ങനെയാണ് മറ്റൊരാളുടെ അക്കൗണ്ട് എനിക്ക് കിട്ടുന്നത് എന്ന്? പക്ഷേ ഈ അക്കൗണ്ടിലെ വിവരങ്ങളൊക്കെ താങ്കൾക്ക് പകൽ പോലെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ രേഖകൾ താങ്കളുടെ കയ്യിലുണ്ട്. അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്നു. അതല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഈ മുഖ്യമന്ത്രിയുടെ മകൾ അബുദാബിയിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് വിദേശ കമ്പനികളുടെ പണം വന്നിട്ടുണ്ട്, ഇതേ കമ്പനിയിൽ നിന്ന് ട്രാൻസാക്ഷൻ അമേരിക്കയിലേക്ക് നടന്നിട്ടുണ്ട്, UAE-ക്കുള്ളിലും നടന്നിട്ടുണ്ട്. ഇങ്ങനെ താങ്കൾ വെറുതെ ഒരു ഉണ്ടയില്ല വെടി വെക്കുകയില്ല. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ താങ്കളുടെ കൈവശം ഉണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ. അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു താങ്കൾ ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. സ്വാഭാവികമായിട്ടൊരു കേസ് മുമ്പോട്ട് പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയേണ്ടാത്ത കാര്യങ്ങളുണ്ട്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടാത്ത കാര്യങ്ങൾ എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയും.
ശരി, ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഗൗരവമുള്ള കാര്യമാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അവരുടെ കമ്പനി ഉണ്ടായിരുന്നു എക്സാലോജിക്ക്. അവരുടെ നാട്ടിലെ പ്രവർത്തനം പിന്നീട് നിർത്തുകയായിരുന്നു. നാട്ടിൽ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നു, SFIയുടെ അന്വേഷണം നടക്കുന്നു, EDയുടെ അന്വേഷണം നടക്കുന്നു. അതിന് തടസ്സമുണ്ടായിട്ടില്ല. കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അവർക്കെതിരായിട്ട് വിധി വന്നിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ അക്കൗണ്ട് വിദേശത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, അതിൻ്റെ നിയമ നടപടികൾ നോക്കിയാൽ മതി. പക്ഷേ ഇത് രഹസ്യമായി സൂക്ഷിച്ച ഒരു കാര്യമാണ് എന്നും അതിലേക്ക് വിദേശ കമ്പനികളുടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളതും അതീവ ഗൗരവമുള്ള കാര്യമാണ്. മറുപടി പറയേണ്ടതാണല്ലോ. കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. മഞ്ജുഷ്, നമ്മൾ ജീവിക്കുന്ന ഈ സത്യാനന്ദ കാലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കാലഘട്ടത്തിൽ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴത്തേക്കും നുണകൾ ലോകം ചുറ്റി വരും എന്നുള്ളതാണ്. അതൊരു പഴയ ചൊല്ലാണ്. ആ ചൊല്ല് യാഥാർത്ഥ്യമാകുന്നത് പോലെ നിർമ്മിത നുണക്കഥകൾ നിർമ്മിക്കുകയും അത് വാർത്തയാക്കുകയും ആ നിർമ്മിത കഥകളുടെ ഉപകഥകളായി വിവിധ നുണകൾ വരികയും അത് ഭീമാകാര രൂപം പൂണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ത് വിചിത്രമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഒരു വനിതാ സംരംഭക, അതിനി ആരുമായിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ മകളെന്നോ അതാരുമായിക്കോട്ടെ, അവർ വിദേശത്ത് UAE ആസ്ഥാനമായി അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇനി ആ അക്കൗണ്ട് നിലവിലുണ്ട് എങ്കിൽ പോലും എന്ത് പിശക അതിനകത്തുള്ളത്? അതിൽ പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പറും SNC ലാവലിനും ഒക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, CMRലും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ഉപകഥ അത് ഏത് അർത്ഥത്തിലാണ് പുറത്തു വരാൻ കഴിയുക? അങ്ങനെ സംശയത്തിന്റെ നിഴൽ നിർത്തിക്കൊണ്ട് ആ ഉപകഥകൾ നിർമ്മിക്കുന്ന അത് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം മലയാള മനോരമ, ആ മലയാള മനോരമയുടെ മുൻ പേജിൽ ഈ വാർത്ത വന്നിട്ടും ആ വാർത്തയിൽ സത്യമില്ലെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അതിൽ ആരുടെയും പേര് പരാമർശിച്ച് കണ്ടില്ല. ഇന്ന് പ്രിയപ്പെട്ട ഷോൺ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത് വരെ ഒരു മാധ്യമവും അതൊരു ബ്രേക്കിംഗ് ന്യൂസായി ഉയർത്തി കാണിക്കുവാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. അതാണ് ആ ഉപകഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വസ്തുതകൾക്ക് നിരക്കാത്തതും കെട്ടുകഥകൾ കൊണ്ട് ഇങ്ങനെ നുണകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന പഴയ ജോസഫ് ഗീബൽസിന്റെ തന്ത്രം. എന്താണ് അതിനകത്ത് കെട്ടുകഥ? എന്താണ് താങ്കൾ പറയുന്ന ഈ കെട്ടുകഥ? എന്താണ് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് മറുപടി പറയണം. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഭരണത്തിലിരിക്കുന്നവർക്ക് നേരെ പല ആരോപണങ്ങളും വരും. അപ്പോൾ തൃപ്തികരമായ ഒരു മറുപടി പറഞ്ഞാൽ തീരാനുള്ളതേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല, മറിച്ച് അദ്ദേഹം ദേഷ്യപ്പെടാറാണ് പതിവ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം കൂടി ഷോണിനോട് ഞാൻ ചോദിക്കാത്ത ഒരു കാര്യമാണ്, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം കൂടിയാണ്. ഈ അക്കൗണ്ടിൽ ഒരു ആവറേജ് ബാലൻസ് എന്ന രീതിയിൽ എപ്പോഴും കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു എന്നാണ്. അത് 10 കോടിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഷോൺ പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ഷോണിന് തിരുത്താം. ഹസ്കർ, അങ്ങനെയല്ല. നിങ്ങൾ ഒരു ഇന്ത്യൻ മണി 10 കോടി രൂപ ദുബായിയെ സംബന്ധിച്ചിടത്തോളം എത്ര ദർഹംസ് ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞാൻ ഒരു സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഷോൺ 10 കോടിയാണോ 3 കോടിയാണോ താങ്കൾ പറഞ്ഞ ഈ ആവറേജ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? ആ 10 കോടി രൂപ എപ്പോഴും ആ അക്കൗണ്ടിൽ നല്ലൊരു ശതമാനം സമയവും 10 കോടി രൂപയ്ക്ക് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ശരി ഷോൺ എല്ലാ കാര്യങ്ങളും അറിയാം. അഡ്വക്കേറ്റ് BN ഹസ്കർ പറയാത്തതാണ് ബാക്കി കാര്യങ്ങൾ. ശരി ഹസ്കർ. അല്ല, അങ്ങനല്ല. നിങ്ങളിപ്പോ ഈ പറയുന്ന ഉപകഥകൾക്ക് തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും അതുപോലെ വിദേശത്ത് നിൽക്കുന്ന ദുബായ് ആസ്ഥാനത്ത് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിന് വഴി ആ അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിന്റെ ട്രാൻസാക്ഷൻ സമ്മറി പബ്ലിഷ് ചെയ്യുന്നുള്ള ധൈര്യമുണ്ട്. അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ധൈര്യം കാണിക്കാതെയും അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സമ്മറി പോലും പുറത്തു കാണിക്കാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇതിലെ ഏറ്റവും അപകടകരമായ ഘട്ടം. ആ ട്രാൻസാക്ഷൻ സമ്മറി, അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ ട്രാൻസാക്ഷൻ സമ്മറി പുറത്തു കൊണ്ടുവരുന്നുള്ള ധൈര്യമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ഇതിനു മുൻപ് പല അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെയും ട്രാൻസാക്ഷൻ സമ്മറി പുറത്തു വന്നപ്പോഴും അത് കെട്ടിച്ചമച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഉദാഹരണത്തിന് എക്സാലോജിക്കിന്റെ മേൽവിലാസം എന്ന് പറയുന്നത് AKG സെന്റർ ആണെന്ന് ആദ്യം വാർത്ത വന്നപ്പോൾ പറഞ്ഞു. എവിടെ അതിന്റെ രേഖകൾ എന്ന്? പുഷ്പം പോലെ രേഖകൾ പുറത്തു വന്നു. അത് അന്വേഷണ ഏജൻസി പോലും അത് കണ്ടെത്തുകയുണ്ടായി. അതിനെതിരെ നടപടി പോലും എക്സാലോജിക്കിന് നേരിടേണ്ടി വന്നു, വ്യാജവിലാസം കൊടുത്തതിന്. പിന്നെ CMRലുമായുള്ള ഇടപാടിന്റെ രേഖകളാണ്. പുല്ലുപോലെ ആ രേഖകൾ വന്നു. കർണാടക ഹൈക്കോടതിയിൽ അത് അന്വേഷണ ഏജൻസി നൽകുകയും ചെയ്തു. അത് ആ വിധിന്യായത്തിന്റെ ഭാഗമായി പോലും വരികയും ചെയ്തു.
അപ്പോൾ പിന്നെ ആ ചോദ്യങ്ങൾ അസ്തമിച്ചു. ഈ സ്റ്റേറ്റ്മെന്റുകളും പുറത്തു വരും അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, വെയിറ്റ് ആൻഡ് സീ. മഞ്ജുഷ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്, ആ അക്കൗണ്ട്സിന്റെ സമ്മറി നിങ്ങൾ പബ്ലിഷ് ചെയ്യണം. ഇത് പബ്ലിഷ് ചെയ്യാതെ ഇത്തരം ഒരു ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട, മാന്യമല്ലാത്ത തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ്. ഒരു സെക്കൻഡ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ആരോപണമായി തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഷോൺ, അല്ല, ഏതെങ്കിലും, ഞാനിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ CPM, എൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റെ ബാങ്കിൽ നിന്നെടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതൊരു മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് മാത്രമല്ല, മറ്റൊരു രാജ്യത്ത് ഉള്ള ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിന് അതിൻ്റെതായ പ്രൊസീജിയറിലൂടെ മാത്രം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഏജൻസികൾ വഴി അല്ലാതെ ഒരിക്കലും ആ അക്കൗണ്ടിനെ, ഞാൻ ഇപ്പോൾ തന്നെ പറയില്ല, ആ അക്കൗണ്ട് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നല്ല വിശ്വാസം വന്നതിന് ശേഷമാണ് ഞാനിത് പുറത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് പുറത്ത് പറയുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ആയി പോകും. എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, ഹസ്കർ മറുപടി. അങ്ങനെയല്ലല്ലോ നമ്മൾ മാധ്യമ പ്രവർത്തകർ. നമ്മൾ ഇന്ത്യയിലെ പല കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത് കൃത്യമായി അതിന്റെ രേഖകൾ സഹിതമാണ്. നമുക്കറിയാലോ, ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, ആ ആദർശ് ഫ്ലാറ്റ് കുംഭകോണത്തെ സംബന്ധിച്ച് കൃത്യമായി അതിനൊപ്പം രേഖകൾ വെച്ചിട്ട് തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അപ്പോ അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ആരെങ്കിലും പുറത്തു കൊണ്ടുവന്നാൽ, അതിലുള്ള ധൈര്യം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതയുടെ ലംഘനം എന്ന നിലയിൽ നിയമ നടപടി എടുക്കാൻ കഴിയുമോ? അല്ല, ധൈര്യത്തിന്റെ പ്രശ്നമൊന്നും അതിനകത്തില്ല. അത് മാധ്യമപ്രവർത്തനം തുടരും, അതിനകത്ത് താങ്കൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അല്ലല്ല, അന്വേഷണ റിപ്പോർട്ടുകൾ വന്ന ശേഷവും ആ PV ഞാനല്ല എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. അങ്ങനെ പറഞ്ഞേക്കരുത് ഇനി അതിനുശേഷം. ശ്രീ പണിക്കർ, ഹസ്കറിന്റെ വെല്ലുവിളി ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ് വരാതെ ഇക്കാര്യത്തിൽ ഒന്നും വിശ്വസിക്കാനാവില്ല, അതുവരെ ഇത് വെറും പുകമറ മാത്രമാണ് എന്നാണ്. ശ്രീജിത്ത്, ശ്രീജിത്ത് മ്യൂട്ടാണ്. ശ്രീ ഭാസ്കറിന്റെ വക്കീൽ ബുദ്ധിയിൽ ഉദിച്ച ഒരു ന്യായീകരണമായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മളിവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ വിദേശത്തുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ആ അക്കൗണ്ട് വിവരങ്ങളെല്ലാം പുറത്തു വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. തന്നെയുമല്ല, അത് ഒരു വ്യക്തിയുടെ അക്കൗണ്ടാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ആൻസറബിൾ ആവുകയും ചെയ്യും. നേരെ മറിച്ച് ശ്രീ ഷോൺ ജോർജിനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏതോ സോഴ്സ് ഉപയോഗിച്ച് ഈ വിവരങ്ങളെല്ലാം സമ്പാദിക്കുകയും അദ്ദേഹം തുടർച്ചയായിട്ട് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ബലം കൂട്ടുന്നതിന് വേണ്ടി അതിനെ അദ്ദേഹം പറയുകയും അത് തന്നെയുമല്ല അവിടെ വെച്ച് നിർത്താതെ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ട് നടക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനെ സമർപ്പിക്കുകയുമാണ്. അപ്പൊ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ശ്രീ ഷോൺ ജോർജ് പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു മാധ്യമത്തിന് ഇവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള കുറേയധികം തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു മാധ്യമ അജണ്ടയാണ് എന്ന രീതിയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു വൃത്തികെട്ട രീതിയാണ് എന്ന രീതിയിലുള്ള ശ്രീ ഭാസ്കറിന്റെ വാദങ്ങളോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആർക്കെങ്കിലും തന്നെ എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ശ്രീ ഷോൺ ജോർജ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരോപണം അത് നിഷേധിക്കേണ്ടത് ശ്രീ ഭാസ്കറാണോ, അത് നിഷേധിക്കേണ്ടത് CPM ആണോ? അല്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം CPMന്റെ വക്താക്കളായി വരുന്ന, അതല്ല എങ്കിൽ CPM അനുഭാവികളായിട്ടുള്ള ഇടതുപക്ഷ ചിന്തയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ ന്യായീകരിക്കുന്നു എന്ന വ്യാജേന ഇവിടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ ന്യായീകരിക്കേണ്ടുന്ന പതിവ് രീതിയിലത്തേക്ക് ഇവരെല്ലാവരും തന്നെ എത്തുകയാണ്. അതിലെനിക്ക് അതിശയം തോന്നുന്നില്ല. കാരണം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ആ രീതിയിലത്തേക്ക് പ്രതികരിക്കുന്നത് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് പ്രധാനം. ഒന്ന്, ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ട് ഉണ്ടോ? അങ്ങനെ അക്കൗണ്ട് ഉണ്ടായാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് വേണ്ടത്. നേരെ മറിച്ച് അവിടെയുള്ള പ്രശ്നം, അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അത് ശ്രീ ഷോൺ ജോർജ് തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നത് പോലെ അങ്ങനെ ഒരു അക്കൗണ്ട് വിദേശത്ത് ഹോൾഡ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടോ? അങ്ങനെ നിയമപ്രകാരം ഒരു ഡിക്ലറേഷൻ ആവശ്യമുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഇവിടെ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ അത് പറയുക. അവിടെയുള്ള ട്രാൻസാക്ഷൻസ് ട്രാൻസ്പെറന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിനെ പറ്റി വിശദീകരണം നൽകുക. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ട് എങ്കിൽ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയുള്ള ഒരു കാര്യം ശ്രീ ഭാസ്കർ ആലോചിക്കണം.
മുൻപും CPM-ന്റെ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ CPM-നെ അനുകൂലിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ചർച്ചകളിൽ വന്ന് പറഞ്ഞിരുന്നത് വീണ വിജയന്റെ കമ്പനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല, ഇതൊക്കെ തന്നെ ശ്രീ പിണറായി വിജയനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസും BJP-യും ഒക്കെ തന്നെ ഉപയോഗിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളതിനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവരുടെ കമ്പനി ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് തടസ്സവാദങ്ങളുമായിട്ട് കോടതിയിലേക്ക് ഇവർ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇടപാടുകളാണ്. ശ്രീ പണിക്കർ, അത് തേടാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അവരിലേക്ക് അന്വേഷണം വരുമ്പോൾ അതിപ്പോൾ അവർക്ക് തന്നെ വിശ്വാസമുണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പോലും തങ്ങളിലേക്ക് അന്വേഷണം വരുമ്പോൾ ആരും ഇപ്പോൾ മുൻകൂർ കോടതിയെ സമീപിക്കും, അതല്ലെങ്കിൽ അന്വേഷണം നീട്ടുന്നതിന് വേണ്ടി സമീപിക്കും, അന്വേഷണം ഫ്രീസ് ചെയ്യുന്നതിന് സമീപിക്കും. അത് സ്വാഭാവികമായ നിയമ നടപടിക്രമങ്ങളാണല്ലോ. പിന്നെ ഹസ്കറിന്റെ ഒക്കെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ ആരോപണമായി വന്നിട്ടും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ്. SFIO അന്വേഷണവും ED അന്വേഷണവും ഒക്കെയാണ് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നതും. ശ്രീജിത്ത്, അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിവിടെ വീണ വിജയൻ എന്നത് ഏതെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിലല്ല ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും കാണുന്നത്. നേരെ മറിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും അധികാരമുള്ള പവറുള്ള മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്കാണ്. അപ്പൊ ആ നിലയ്ക്ക് സംസ്ഥാനത്തുള്ള ഭരിക്കുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി തന്നെ അല്ലെങ്കിൽ അതിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ന്യായീകരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള ഇടപാടുകളാണ്, എല്ലാം ലീഗലാണ് എന്നാണ്. എങ്കിൽ പിന്നെ അതൊരു അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന വാദം ഇതാണ്, അപ്പോൾ അത് കോടതിയിൽ തെളിയിക്കാനുള്ള ഒരു അവസരമാണിത്. എനിക്ക് മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നേരെ മറിച്ച് കോടതി ഇത് കാണട്ടെ എന്നുള്ള ഒരു സമീപനമാണ് ഇവിടെ ശ്രീമതി വീണ വിജയൻ സ്വീകരിക്കേണ്ടത്. പക്ഷെ അതുണ്ടായില്ല. അപ്പൊ സാധാരണ നമ്മളൊരു കോടതിയിലേക്ക് ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരു തടസ്സവാദം ഉന്നയിക്കുന്നത് പോലെ ഈ വിഷയത്തിനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമേൽ ബലപ്പെട്ട ഒരു ആരോപണം സർക്കാരിനെതിരെ കൂടിയാണ് വരുന്നത്, ഒരു വ്യക്തിക്കോ കമ്പനിക്കോ എതിരെയുള്ളതല്ല. രണ്ടാമത്തെ ചോദ്യം, അനുബന്ധ ചോദ്യം എന്തായിരുന്നു ശ്രീ മഞ്ജുഷ്? അല്ല, ഞാൻ ഇക്കാര്യം തന്നെയാണ് ചോദിച്ചത്. അത് കോടതിയിലേക്ക് പോകുന്നത് ഞാൻ മറന്നുപോയി, കോടതിയിലേക്ക് പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് SFIO അന്വേഷണവും ED അന്വേഷണവും അതിലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യമായിരുന്നു. അല്ല, ഇത് അന്വേഷണം രണ്ടും കൺക്ലൂഷൻ ആയിരിക്കുന്നതല്ല, അത് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അത് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് പലപ്പോഴും നമുക്കിത് പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന രീതിയിലേക്ക് നമ്മളൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യുകയും നമ്മുടെയൊക്കെ താല്പര്യം അതാണ് എങ്കിലും പലപ്പോഴും അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായിട്ടുള്ള പേസ് ഉണ്ട്, അതിലാണ് അവർ പ്രോഗ്രസ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും പൂർത്തീകരിക്കാത്ത ഒരു അന്വേഷണം ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വാദത്തിന് കാര്യമായ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനു മുമ്പ് സേനാപതിയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ ഈ ഷോൺ ഉന്നയിച്ച ആരോപണങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ടയാൾ ഉന്നയിച്ചത് കൊണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ കുഴൽനാടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ വിജിലൻസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. അതോടുകൂടി കുഴൽനാടൻ പെട്ടിയെടുത്ത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷോൺ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന്റെ വസ്തുതകൾ നിങ്ങൾക്ക് ബോധ്യമുള്ളതാണോ? നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ കുഴൽനാടന്റെ വിഷയവും ഇതുമായിട്ട് ഇപ്പോൾ കൂട്ടിക്കലർത്തേണ്ടതില്ല, അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷോൺ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം, ഇത് പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണ വിജയന് അവര് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അവരുടെ അക്കൗണ്ട് ഉണ്ടാകട്ടെ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു വിഷയമല്ല. ഇവിടെ ഷോൺ ഉയർത്തിയ ഈ വിഷയത്തിൽ ഞങ്ങൾ കാണുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. രണ്ട് വിവാദ കമ്പനികൾ, ഒന്ന് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, അത് നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഒന്നാം പിണറായി വിജയന്റെ അവസാന കാലഘട്ടത്തിൽ, നമ്മുടെ കോവിഡ് ഒക്കെ അതിൻ്റെ ഒരു വല്ലാത്ത രീതിയിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആ കമ്പനിയെ കുറിച്ച് കേൾക്കുന്നത്. ആ കമ്പനിയെ കുറിച്ച് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ സ്വപ്ന സുരേഷിനെ കുറിച്ചും അതുപോലെ തന്നെ സ്പ്രിംഗ്ലറിനെ കുറിച്ചും പിന്നെ എൻ്റെ മെൻഡർ ജയ് ബാലകുമാറിന് ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ വിവാദ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ്. ഇനി രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് അത് SNC ലാവലിനാണ്. SNC ലാവലിന്റെ അഴിമതി നമ്മൾ ഒരുപാട് കാലമായിട്ട് പറഞ്ഞു നിൽക്കുന്നതാണ്. 374.5 കോടിക്ക്, അതായത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികൾ 100 കോടി രൂപയ്ക്ക് അതിനെ നവീകരിക്കാമെന്ന് ഇ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് 374 കോടിക്ക് എന്താ പറഞ്ഞ കരാർ കൊടുത്തു. അപ്പൊ കരാർ കൊടുത്തപ്പോൾ പറഞ്ഞ ന്യായീകരണം എന്തെന്ന് ചോദിച്ചാൽ മലബാർ ക്യാൻസർ സെന്ററിന് 100 കോടി രൂപ അവർക്ക് 98.5 കോടി രൂപ കിട്ടാൻ പോകുന്നു എന്നുള്ളത്. അപ്പൊ 100 കോടി രൂപയ്ക്ക് ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ് നവീകരിക്കാൻ കഴിയുമെന്ന് ബാലാനന്ദൻ പറഞ്ഞ കമ്പനി സംഭവം അത് 374.5 കോടി രൂപയ്ക്ക് കൊടുത്തിട്ട് 100 കോടി രൂപ
ഈ SNC ലാവലിൻ കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് മലബാർ ക്യാൻസർ സെന്ററിൽ ആണ് കിട്ടാൻ പോകുന്നത്. ഏതായാലും രൂപ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പക്ഷേ അത് ഹൈക്കോടതി എടുത്ത് കളഞ്ഞതാണല്ലോ. വിചാരണ പോലും കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിടുതൽ നൽകിയ ഒരു കേസാണ്. അതാണല്ലോ ഇപ്പോൾ അപ്പീൽ എന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ കിടന്ന് കറങ്ങുന്നത്. അതിനകത്ത് മുഖ്യമന്ത്രി മാത്രമല്ല, അന്നത്തെ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, അതുപോലെ തന്നെ അഡീഷണൽ ഊർജ്ജ സെക്രട്ടറി ശ്രീ എ ഫ്രാൻസിസ്, ഇവരെയൊക്കെ വെറുതെ വിട്ടു. പക്ഷേ അതിനുശേഷവും CBI പറയുന്നത് 3-4 ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും നിൽക്കുകയാണ്. അവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാനായിട്ട് കഴിയുമോ? അവർക്ക് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാനായിട്ട് പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിതൻ മാത്രമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ കുറ്റവിമുക്തൻ എന്നുള്ള ആ ഒരു പട്ടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സുപ്രീം കോടതി ഒരു അപ്പീൽ മാത്രമേ നിലവിലുള്ളൂ. അല്ല, അതിപ്പോ CBI കോടതി അദ്ദേഹത്തെ കേസിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം ഡിസ്ചാർജ് ചെയ്തു. ഹൈക്കോടതി ഡിസ്ചാർജിനെ അംഗീകരിച്ചു. ഏതായാലും ആ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്, സുപ്രീം കോടതിയിൽ നിൽക്കുന്നു. പക്ഷെ ഞാൻ ഷോൺ ജോർജ് പറഞ്ഞതിനോടനുബന്ധമായിട്ട് പറയുന്നത്, ഈ വിവാദ കമ്പനി, അതായത് 374 കോടി രൂപ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി, ആ അഴിമതി നടന്ന കമ്പനിയെ, ആ കമ്പനിയിൽ നിന്ന് എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം പോകുന്നു? അതാണ് ഇവിടുത്തെ ചോദ്യം. പിണറായി വിജയന്റെ മകൾ അവർ ബിസിനസ് നടത്തട്ടെ, അവരേതെങ്കിലും കമ്പനികളിൽ നിന്ന് പണം സ്വീകരിക്കട്ടെ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ള കാര്യമല്ല. അതൊരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ അവരുടെ അവകാശമാണ്. പക്ഷേ ഇവിടെ ഷോൺ ചോദിച്ചതോടനുബന്ധമായി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ വിവാദ കമ്പനികളിൽ നിന്ന്, അതായത് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറും അതോടൊപ്പം തന്നെ SNC ലാവലിന്റെയും ഈ 2 കമ്പനികളിൽ നിന്ന് എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്ത് കാരണത്താൽ പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ചെല്ലുന്നു എന്നുള്ളത് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ കേസിന്റെ പ്രസക്തി. ഷോൺ അത് നിങ്ങൾ വിലമതിക്കുകയാണ്, കോൺഗ്രസും അത് വിലമതിക്കുകയാണ്. സതീശനും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഷോണിന്റെ ആരോപണങ്ങൾ, അതേക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ ഷോൺ ജോർജ്, ഇനി അറിയാൻ ബാക്കിയുള്ളത്, ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് താങ്കൾ വിവരം കൊടുത്തിട്ടുണ്ടല്ലോ. ആ അന്വേഷണം നടക്കുന്നുണ്ടോ? അവർക്ക് വിദേശത്ത് നിന്ന് വിവരങ്ങൾ കിട്ടുവാൻ പറ്റും, അതിനുള്ള നിയമപരമായ മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള അന്വേഷണങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ടോ? താങ്കൾ ഈ കേന്ദ്ര ഏജൻസികളുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധം പുലർത്തുന്നയാളാണെന്ന് അറിയാം. കാരണം തെളിവ് സഹിതം കാര്യങ്ങൾ നൽകുന്നുണ്ടല്ലോ താങ്കൾ. പുതിയ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ നൽകുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ടുള്ള ഉപഹർജികൾ താങ്കൾ ഹൈക്കോടതിയിലും നൽകുന്നുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? തീർച്ചയായിട്ടും ഞാൻ SFIOയ്ക്ക് പരാതി നൽകിയത് മിനിങ്ങാന്നാണ്. 17-ാം തീയതിയാണ് EDക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. സ്വാഭാവികമായിട്ടും ഇന്ന് 3-4-5 ദിവസമായുള്ളൂ. SFIയുടെ പരാതി കൊടുത്തിട്ട് 2 ദിവസമായുള്ളൂ. സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം, ഇത്രയും ഗൗരവമുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് ഈ ഞാൻ ആരോപിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണം പാർക്ക് ചെയ്തിട്ടുള്ള ഇന്ന സ്ഥലത്താണ് എന്ന ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ ഏജൻസി അതിൻ്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ശ്രീജിത് പണിക്കർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് SFIO, ഈ വലിയ കളർഫുൾ അല്ല എന്നുള്ളത് സത്യമാണ്. കാരണം SFIOയുടെ അന്വേഷണത്തിന് അതിൻ്റേതായ ചട്ടക്കൂടുകളുണ്ട്, അതിൻ്റേതായ രീതികളുണ്ട്. ഒരു ബഹളം വെച്ചുള്ള അന്വേഷണം ഉള്ള ഒരു ഏജൻസിയല്ല SFIO. അവരവരുടേതായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ ഇന്ന് വരെയും രേഖാമൂലം അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഞാൻ ഒരിക്കലും അന്വേഷണ ഏജൻസിയായിട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ടോ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ അവരുമായിട്ട് സമീപിച്ചിട്ടോ ഇല്ല. ഞാനെല്ലാം ഒഫീഷ്യലായിട്ട് തന്നെ രജിസ്റ്റേർഡ് കത്തുകൾ മുഖാന്തരവും മെയിലുകൾ മുഖാന്തരം മാത്രമാണ് എൻ്റെ അഡീഷണൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട് ഷോൺ, ഇതിപ്പോൾ ഈ എക്സാലോജിക്കെതിരെ ആദ്യമായിട്ടല്ല അന്വേഷണം. മുമ്പ് അന്വേഷണം വന്നപ്പോൾ ആ വിവരങ്ങൾ ഈ എക്സാലോജിക്ക് ഇപ്പോഴത്തെ അന്വേഷണം, SFIO അന്വേഷണം വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവരുടെ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിരുന്നു. ആ വിധിന്യായത്തിൽ എന്തൊക്കെ അന്വേഷണം എക്സാലോജിക്കിനെതിരെ നേരത്തെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇങ്ങനെ ഒരു അക്കൗണ്ട് വിവരം വന്നിട്ടില്ല. അപ്പോൾ അത് മറ്റൊരു കമ്പനി ആയതുകൊണ്ടാണോ? ഇവിടെ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്പനി എന്ന രീതിയിലാണോ? അതുകൊണ്ട് മാത്രമാണോ? ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള വിവരം അന്വേഷണ ഏജൻസി വിദേശത്തുള്ള എല്ലാ ബാങ്കുകളിലും, ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ ബാങ്കുകളിലും പോയി ഇവർക്ക് അക്കൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനിയാണ് അവിടെ ഉള്ളത്
ഏതെങ്കിലും റിലേറ്റഡ് കമ്പനികൾ അവിടെ ഉണ്ടോ, വീണ വിജയൻ അക്കൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന ബാങ്കിൽ ഇന്ന ആളുകൾക്ക് ഇന്ന 2 ആളുകൾ, ഈ വീണ ടീം അതുപോലെ സുനീഷ് എമ്മും സിഗ്നേറ്ററീസ് ആയിട്ടുള്ള അക്കൗണ്ട് ഇന്ന ബാങ്കിൽ ഇന്ന കമ്പനിയുടെ പേരിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അന്വേഷണ ഏജൻസിക്ക് സ്വാഭാവികമായും അതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയും, അവിടെ നിന്നും ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട സംശയം, അത് ഈ മാധ്യമങ്ങളിലൊക്കെ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയാണ്. താങ്കൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത്? താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദൈവമാണ് എനിക്ക് ഈ വിവരങ്ങൾ കൊണ്ടുതരുന്നതെന്ന്. ആരാണ് താങ്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എന്തായാലും ഒരു ശക്തി ഉണ്ടല്ലോ, ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ താങ്കൾക്ക് ഈ വിവരങ്ങൾ കിട്ടില്ല, ഉറപ്പുള്ള കാര്യമാണ്. താങ്കളും ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവനും എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളല്ലല്ലോ. തീർച്ചയായിട്ടും ലോകത്തെവിടെയും, നമ്മളെപ്പോഴും എല്ലാവരും പറയാറുള്ള കാര്യം, ലോകത്തെവിടെയും എവിടെ ചെന്നാലും നമുക്കൊരു മലയാളിയെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് UAE സംബന്ധിച്ച് UAEയിൽ മലയാളികൾ ഒത്തിരിയുണ്ട്. അവർക്കെല്ലാം കൃത്യമായി, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്, ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നത് ദുബായിൽ നിന്നാണ്. സത്യമാണ്, ഇവിടെ ഒത്തിരി ഇടപാട്, ഇത് മാത്രമല്ല ധാരാളം ഇടപാടുകളുണ്ടെന്ന് പറഞ്ഞു. ഞാനെല്ലാം ചിരിച്ച് സന്തോഷം പറഞ്ഞ് വായിച്ചു. ഞാൻ പറഞ്ഞത് ലോകത്ത് എവിടെ ചെന്നാലും മലയാളിയുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ എടുത്ത് ഒന്ന് തിരുത്തുകയാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല, എൻ്റെ പിന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. എൻ്റെ മുമ്പിൽ നിരവധി ആളുകൾ എന്നെ സഹായിക്കാൻ, എൻ്റെ അഭിഭാഷകൻ, എൻ്റെ നിരവധി അഭിഭാഷക സുഹൃത്തുക്കൾ, അതുപോലെ എൻ്റെ സീനിയർമാരായിട്ടുള്ള നിരവധി അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ 100 കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ നടക്കുന്നൊരു വലിയ കൊള്ളയാണെന്ന് ബോധ്യമുള്ള ഒരു വലിയ സമൂഹം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഷോൺ, ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾക്ക് CPM-ലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ ചില പേരുകൾ താങ്കൾ തന്നെ എടുത്തു പറയാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബിനീഷ് കോടിയേരിയുമായുള്ള താങ്കളുടെ ബന്ധം. മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചതാണ്. സ്വാഭാവികമായിട്ടും വീണ വിജയനെതിരെ ഇങ്ങനെ ഒരു കാര്യം കൂടി പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൂടെ ഈ ഒരു ആരോപണം പോയി നിൽക്കും. കാരണം താങ്കൾക്ക് പിന്നിലാരുമില്ല എന്ന് താങ്കൾ പറയുമ്പോഴും ഈ ബിനീഷ് ആണോ എന്നുള്ള കാര്യം ഇങ്ങനെ വരികയാണ്. താങ്കളും അദ്ദേഹവുമായി നല്ല ബന്ധമായിട്ടുള്ള സ്ഥിതിക്ക് ഞാൻ അങ്ങനെ ആരോപണം പറയുകയല്ല, അങ്ങനെയുള്ള റൂമറുകൾ പരക്കുകയാണ്. അത് അദ്ദേഹത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. എന്താണ് ഈ എന്താണ് ഈ ചോദ്യം വരാത്തതെന്ന് ഞാൻ ഓർത്തിരിക്കുക. ഞാൻ ഇന്ന് ഇത്ര നേരമായിട്ട് ഈ ചോദ്യം മാത്രം ഇതുവരെ വന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഈ ചോദ്യം വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെയായി, ദൈവസത്യം, ഞാൻ ബിനീഷുമായി ബന്ധപ്പെട്ടിട്ടില്ല. അത് ബിനീഷ് ഇപ്പോൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹിയാണ്. ബിനീഷ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു, ഓഫീസിൽ വരാറുണ്ട്. അതല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബിനീഷ് എല്ലാ കാലത്തും ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാ മാന്യതയും പുലർത്തുന്ന വ്യക്തിയാണ്. എനിക്കല്ലെങ്കിലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ല. എന്നെ സഹായിക്കാനുള്ള ആളുകൾ എന്നോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷേ മറ്റൊരു കാര്യം ഷോൺ, ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസോ താങ്കളുടെ പാർട്ടിയായ BJP-യോ ഈ വിഷയത്തിൽ അത്ര താല്പര്യം ഇപ്പോൾ കാണിക്കുന്നില്ല. ശരിയാണല്ലോ, അതൊരു ആരോപണമായി തന്നെ വരാറുണ്ട്. അവിടെ BJP-യും CPM-ഉം തമ്മിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിഷയം അങ്ങനെ തണുപ്പിച്ച് നിർത്തുകയായിരുന്നു എന്നുള്ള ആരോപണം പോലുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും ഇത് പ്രതിഫലിച്ചതാണ്. ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴും അങ്ങനെ സംശയിക്കാം. താങ്കളുടെ ഒരു ഒറ്റയാൾ പോരാട്ടം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നു, ക്ലിഫ് ഹൗസിനെതിരെ നടക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയാൻ പോവുകയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ്, 1-ാം തീയതി ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ബാക്കിയുള്ളൂ. അവിടെ എങ്ങും CPM ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇത് തെരഞ്ഞെടുപ്പ് ആരോപണമായി മാറുമായിരുന്നു. അങ്ങനെ വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ വരുന്ന ദിവസങ്ങൾ നമുക്കറിയാമല്ലോ. ഇലക്ഷൻ കഴിയല്ലേ, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനെയും സംസ്ഥാന നേതൃത്വത്തെയും ഇന്ന് രാവിലെയും സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും വിളിച്ചു പറഞ്ഞിട്ട് ശേഷം അവരുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. അപ്പം എന്നോട് പറഞ്ഞൂടെ ഷോണെ അത് പത്രസമ്മേളനം നടത്തണ്ട, അങ്ങനെയല്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ മാത്യു കുഴൽനാടനും താങ്കളുമായിട്ട് ഇക്കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്ത് അതിൽ കുഴൽനാടൻ ഇപ്പോൾ ബാക്ക് ഫുട്ടിലാണ്. ക്ഷമിക്കണം, ഞാൻ ഈ വിഷയം
ഇതിൻ്റെ ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ശരി, ഹസ്കർ ഇവിടെ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്, സ്റ്റേറ്റ്മെന്റ് കാണാതെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുകയില്ല എന്ന്. അതുവരെ ഷോണിൻ്റേത് വെറും ആരോപണമായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്ന്. സ്വാഭാവികമായിട്ടും CPM-ഉം അതേ നിലപാടെടുക്കുന്നവരായിരിക്കുമല്ലോ. ഒരു മറുപടി വരാത്തതും അതുകൊണ്ടായിരിക്കുമല്ലോ. അദ്ദേഹത്തോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒന്നെങ്കിൽ എനിക്കെതിരെ ഒന്നെങ്കിൽ ഈ ആരോപണം നിഷേധിക്കണം, അല്ലെങ്കിൽ അവർ എനിക്കെതിരെ കേസ് കൊടുക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളെ നമുക്ക് സാധൂകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ അംഗീകരിക്കാം. ശരി ഷോൺ, താങ്കൾ കൂടുതൽ സമയം ഇരിക്കാൻ താങ്കൾക്ക് സമയമുണ്ടോ അതോ? ഓക്കെ ശരി. ഹസ്കർ മറുപടി. എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ശരി. ഓക്കെ, നന്ദി ശ്രീ ഷോൺ ജോർജ് ഇത്രയും സമയം ന്യൂസ് 18-ൽ പങ്കെടുത്തതിന്. ശ്രീ ഹസ്കർ മറുപടി. മഞ്ജുഷേ, സാമൂഹ്യ മാധ്യമങ്ങളും സമാന്തര മാധ്യമങ്ങളും ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ അത് ദുബായിലോ മറ്റേതെങ്കിലും രാജ്യത്തിരുന്ന് പ്രസിദ്ധീകരിച്ചാൽ അത് നിയമപരമായി കുറ്റകൃത്യമാകും. വസ്തുതകൾ ഉള്ളതാണെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചാൽ കുറ്റകൃത്യമാവില്ലല്ലോ. എക്സാലോജിക് സൊല്യൂഷൻസും എക്സാലോജിക് കൺസൾട്ടിങ്ങും ഒരേ ഉടമകളുടേതാണ് എന്നെങ്കിലും തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധൂകരിക്കുന്ന രേഖകൾ ഷോൺ എന്ന് പുറത്തുവിട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് മനോരമ പോലുള്ള ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ പ്രമുഖ വലതുപക്ഷ മാധ്യമം എല്ലാ കാലത്തും CPM-നെയും CPM നേതാക്കന്മാരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മനോരമ നിശബ്ദമായി ഒരു വാക്കുപോലും ഒരു വരി പോലും വ്യക്തികളെ കുറിച്ച് സൂചിപ്പിക്കാതിരുന്നത്. അവർക്ക് പോലും വ്യക്തതയില്ലാത്ത വിവരം. കോടതി കൊടുത്ത രേഖ എക്സിബിറ്റ് P28 ആയിട്ട് കോടതിയിൽ ഒരു രേഖ കൊടുത്തു. അത് എന്താണെന്ന് അറിയാമോ? SFIക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ അത് കോടതി മുമ്പാകെ കൊടുത്താൽ സ്വകാര്യതയുടെ ലംഘനം ആയിക്കോട്ടെ. ഒരു വലിയ അഴിമതി തെളിയിക്കുന്നതിന് ആരുടെയെങ്കിലും സ്വകാര്യതയുടെ ലംഘനം നടത്തിയാൽ അതിലും തെറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഈ കെട്ടുകഥകളും ഉപകെട്ടുകഥകളുമായി ഇങ്ങനെ നുണപ്രചരണം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ മാത്രമാണ് ഇക്കാര്യം. ശ്രീ മാത്യു കൊണ്ടാറിന്റെ കാര്യം അങ്ങ് തന്നെ സൂചിപ്പിച്ചതാണല്ലോ. അദ്ദേഹം എന്തൊക്കെയാ വീമ്പിളക്കിയത്? എത്ര നേരം അദ്ദേഹം വാദം നടത്തി? എത്ര നാൾ അദ്ദേഹം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി? ഇപ്പൊ എവിടെയാ? കോടതിയിൽ നിന്ന് തട്ട് കിട്ടിയപ്പോ പിന്തിരിഞ്ഞോടിയില്ലേ? കഴിഞ്ഞ 8 കൊല്ലമായി കേരളത്തിലെ മാധ്യമ ചരിത്രം പഠനവിധേയമാക്കേണ്ട ഒരു വസ്തുതയാണ്. 8 കൊല്ലമായി സഖാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്ന മാധ്യമ ശൈലി പഠനവിധേയമാണ്. ഇതൊരു പ്രൊപ്പഗൻഡ മീഡിയ പോളിസി. അങ്ങനെ താങ്കൾ കണക്കാക്കേണ്ട അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലല്ല, ഇതിൽ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ പല കാര്യങ്ങളും തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കോടതികളിലെന്ന്. കാരണം അതിൽ തെളിവ് മൂല്യമാണല്ലോ കോടതികൾക്ക് വേണ്ടത്. കോടതികളുടെ മുന്നിൽ ഇതിൽ പല കാരണങ്ങളും ആരോപണങ്ങളായി വരുന്നത് ആ ആരോപണം ഉന്നയിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യമുള്ളതാണ്. പക്ഷേ കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ രേഖകൾ ഹാജരാക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അന്വേഷണങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അന്വേഷണങ്ങൾ നീണ്ടുപോകും. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട വ്യക്തികളിൽ ഒരാൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഏതെങ്കിലും തെളിയിക്കാൻ പറ്റിയോ? ഒന്നുമില്ല. അപ്പോൾ അതാത് കാലഘട്ടത്തിൽ ഭരണാധികാരികൾക്കെതിരെ ഓരോരോ ആരോപണങ്ങൾ വരുമ്പോൾ അതെല്ലാം മാധ്യമ അജണ്ടകൾ എന്ന് പറഞ്ഞ് അത് കളിയാക്കുന്നത് ശരിയല്ല. അത് ശരിയല്ല. കൃത്യമായ ആരോപണങ്ങൾ ആളുകൾ ഉന്നയിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കുന്നു. അതിന് മറുപടി പറയേണ്ടവർ മറുപടി പറയണം. മുഖ്യമന്ത്രി ഇതുവരെ ഇതിനൊന്നും കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മറുപടി കേൾക്കണ്ടെന്നേ. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇങ്ങനെ മുനയൊടിഞ്ഞ കുന്തങ്ങളും തുരുമ്പെടുത്ത വാളുകളുമായി ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിനറിയാം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 5 കൊല്ലം ആദ്യത്തെ 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ എന്തൊക്കെ പുകിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ആകമാനം, വിമർശകരാകമാനം ഉറഞ്ഞു തുള്ളിയിട്ടും ആ വർഷത്തെക്കാളും 1ാം പിണറായി സർക്കാരിനേക്കാളും കൂടുതൽ സീറ്റുകൾ നൽകി 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? നിങ്ങൾ മാധ്യമങ്ങൾ പഠിക്കേണ്ടതല്ലേ? അങ്ങനെയൊന്നും പറയരുത്. ഒരു ജനവിധി കൊണ്ട് തീരുന്നതല്ല ഇക്കാര്യങ്ങൾ ഒന്നും. ഒരു ജനവിധി അനുകൂലമായി വന്നെന്ന് വെച്ച് പിന്നെ ആ സർക്കാർ എന്ത് ചെയ്താലും നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അത് ഉന്നയിക്കണം, അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് മാധ്യമ ധർമ്മമാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് വസ്തുതകൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. കൃത്യമായിട്ട് മറുപടി തരാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മടി? അത് പറയൂ. അതിന് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, മൗനത്തിന്റെ മാളത്തിൽ ഒളിക്കുക എന്നുള്ളതാണ് അതിന് പറയുന്ന ഒറ്റ വാക്ക്. ഒരിക്കലല്ല. നിങ്ങൾ വസ്തുതകളാണ് വാർത്തകളാക്കേണ്ടത്. ആ വസ്തുതകളുടെ വിശകലനത്തിലേക്ക് പോകുമ്പോ
അത് നുണകളായി മാറുന്നിടത്താണ് നിങ്ങൾ നുണകളാണ് വാർത്തകളാക്കുന്നത്. ഇവിടെ വലിയൊരു പ്രശ്നം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമുണ്ടെന്നേ. ആ പ്രശ്നത്തെ കാണാതെ പോകാനല്ല നിങ്ങൾ പ്രൊപ്പഗൻഡ പോളിസി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അല്ലല്ല, പ്രൊപ്പഗൻഡ പോളിസി എന്ന് പറഞ്ഞ് താങ്കൾ അപമാനിച്ചോളൂ, പക്ഷേ സ്തുതി പാടാൻ സൗകര്യമില്ല. ശ്രീത് പണിക്കർ, ഇതിങ്ങനെയുള്ള പ്രൊപ്പഗൻഡ എന്നാണോ താങ്കൾ എന്ത് മറുപടി കൊടുക്കും ഹസ്കറിന്? ഹസ്കർ ഇപ്പോഴും പറയുന്നത് ഇത് വെറും ഞാൻ ഒറ്റ മിനിറ്റ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിൽ കരാറുകളിൽ ഏർപ്പെടുന്ന കൺസൾട്ടിംഗ് നടത്തുന്നത് 2016 വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. UDF ഭരണകാലത്തും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കേരളത്തിൽ കൺസൾട്ടിംഗ് നടത്തിയിട്ടുണ്ട്. സ്പേസ് പാർക്ക് എവിടെ എത്തി? ഒരു കാര്യം കൂടി ഉണ്ടായതല്ലോ, ഇലക്ട്രിക് ബസ്സുകൾ എവിടെ എത്തി? കെ4ന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കെ4 കേരളത്തിൽ നടപ്പിലാക്കും. കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് കെ4. ഒരു സംശയം വേണ്ട, അത് കേരളത്തിൽ നടപ്പിലാക്കപ്പെടും. അതുകൊണ്ട് അത് പിൻവാങ്ങിപ്പോയി എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങളിപ്പോ ഓരോ ചോദിക്കും സിൽവർ ലൈൻ എവിടെ എത്തി, ഇത് ചോദിച്ചിട്ട് അതല്ലല്ലോ ഇതിന്റെ വിഷയം. നിങ്ങൾ ഒരു താങ്കൾ പറഞ്ഞു ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അത് മാധ്യമങ്ങളുടെ പ്രൊപ്പഗാണ്ട അജണ്ടയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്തുതി പാടുക എന്നുള്ളത് അജണ്ടയല്ല, അത് പറ്റില്ല എന്നുള്ളതാണ്. അല്ലല്ല, പരാതികളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഇടുക എന്നുള്ളത് മാധ്യമ ധർമ്മമാണ്. ഒറ്റ നിമിഷം മഞ്ജുഷ്, നിങ്ങൾക്ക് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും സ്വാധീനമുള്ള ഒരു മാധ്യമ പ്രവർത്തകന് നിങ്ങൾ വിചാരിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് എക്സാലോജിക് കൺസൾട്ടിംഗ് LLC എന്ന് പറയുന്ന അബുദാബി രജിസ്ട്രേഷനുള്ള കമ്പനിയുടെ അക്കൗണ്ട് വിവരങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കും. സ്വാധീനമൊന്നുമില്ല. ശരി, മാധ്യമപ്രവർത്തനാണ്. മാധ്യമപ്രവർത്തകർക്ക് വിദേശത്ത് പോയി, എനിക്കറിയില്ല, എനിക്ക് വിദേശത്ത് പോയി അവിടുത്തെ വിവരങ്ങൾ തേടാനൊന്നും ഞാനിപ്പോഴും പറയുന്ന ആരോപണം എന്ന രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. അതിന് കൃത്യമായ മറുപടി വരാത്തതുകൊണ്ടാണ്. ഷോൺ പറയുകയുണ്ടായി, ഞാൻ എത്ര സമയമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരും ഒരക്ഷരം തിരിച്ചു പറയുന്നില്ലല്ലോ എന്ന്. ശ്രീത് പണിക്കർ. അല്ല, ഇവിടെ ശ്രീ ഹസ്കറിന്റെ ഒരു ലൈൻ ഓഫ് ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളെയാണ് കുറ്റം പറയുന്നത്, ശ്രീ ഷോൺ ജോർജിനെ പോലുമല്ല എന്നുള്ളതാണ്. അതായത് ശ്രീ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ചർച്ചയാക്കുന്ന മാധ്യമങ്ങളുടെ ഭാഗത്താണ് വലിയ തെറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വൃത്തികെട്ടതാകുന്നത് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം, ആ പറയുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് രണ്ടു കൂട്ടർക്കും ബാധകമല്ലേ ശ്രീ ഹസ്കർ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ സർക്കാർ ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഇപ്പോൾ കേരള സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ ഭാഗഭാഗമാകുന്നത് ആദ്യമായിട്ടല്ല എന്ന് പറയുന്നത് പോലെ ഇതിനു മുൻപും ഇവിടെ ഇത്തരത്തിലുള്ള സർക്കാരുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ വിവാദം ഉണ്ടായിരുന്നു. സോളാർ വിവാദം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഏതെങ്കിലും രീതിയിലുള്ള വഴിവിട്ട ചില സഹായങ്ങളോ അതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ പൊതുസമൂഹത്തിന് മുന്നിൽ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി കൂടി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് സോളാർ കേസ്. ആ സോളാർ കേസ് അവിടെ ആരോപണം വരുന്നു. അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശിഷ്ട ജീവിതത്തിൽ എല്ലാ സമയവും കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമാണ്, ശ്രീ പിണറായി വിജയനാണ്. എന്തെങ്കിലും ഒരു തെളിവിന്റെ കണികയെങ്കിലും അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചോ? ഇല്ല. അവസാനം തന്റെ അവസാന കാലത്ത് ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തിന് താൻ ഇതിൽ നിന്നെല്ലാം വിമുക്തനാക്കപ്പെട്ടു എന്നത് അറിയാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി. എന്നിട്ട് അതിന്റെ പേരിൽ താങ്കൾ പറഞ്ഞിരുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യത്തിന്റെയോ സത്യസന്ധതയുടെയോ പേരിൽ അദ്ദേഹത്തിനോടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടോ മാപ്പ് പറയാനായിട്ട് തയ്യാറായിട്ടുള്ള എത്ര ഇടതുപക്ഷ നേതാക്കളെ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഒപ്പം ബാർക്കോഴ വിഷയം, ഇപ്പോൾ ഉള്ള ബാർക്കോഴ 2.0 അല്ല ഞാൻ പറയുന്നത്, ആദ്യ ബാർക്കോഴ, ആ വിഷയം ഉണ്ടാകുന്ന സമയത്ത് കോഴമാണി എന്ന് പറഞ്ഞിരുന്ന നേതാവിനെ നമുക്കറിയാം, അത് ഏറ്റു പറഞ്ഞിരുന്ന ആൾക്കാരെ നമുക്കറിയാം. അതിനുശേഷം എന്ത് സത്യസന്ധതയാണ് നിങ്ങൾ കാണിച്ചത്? എന്ത് ആരോപണത്തിലുള്ള സത്യസന്ധതയാണ്? ആരോപണം ഉന്നയിച്ചിരുന്ന ആൾക്കാർ, ആർക്കെതിരെയാണോ നിങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നത്, ആ ആളിപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ കസേരയിട്ട് അവിടെ ഇരിക്കുകയാണ്, നിങ്ങളുടെ ഒപ്പമാണ്. നിങ്ങൾ ആരെയാണോ കോഴമാണി എന്ന് വിളിച്ചിരിക്കുന്നത്, ആ ആളിന്റെ പേരിൽ ഇവിടെ പ്രതിമയും പഠന കേന്ദ്രവും ഉണ്ടാക്കുന്നതിന് സർക്കാർ ചെലവിലാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ ഇവിടെ എന്തെങ്കിലും അന്ന് ആ കാര്യത്തിൽ നിങ്ങളിൽ എത്ര പേർ മാണി സാറിനോട് മാപ്പ് പറഞ്ഞു? നിങ്ങളിൽ എത്ര പേരാണ് പരസ്യമായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് സത്യസന്ധതയോ ആത്മാർത്ഥതയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്? അപ്പൊ ഇത് രാഷ്ട്രീയമാണ് എന്നുള്ളത് താങ്കൾക്കറിയാം. രാഷ്ട്രീയമായിട്ട് ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ആ ആരോപണത്തിന്റെ മുന എന്നതിനപ്പുറത്തേക്ക് ആ ആരോപണത്തിന്റെ മുനയൊടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് സാധ്യമാണ് എന്നുള്ളത് ചിന്തിക്കുക.
തെളിവ് ഹാജരാക്കാൻ പറയുക എന്ന് പറയുന്നത് ശ്രീ ഹസ്കർ പറയുന്നത് പോലെ ഞാൻ അംഗീകരിക്കുന്നു. ശരി, തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയാം. ഒപ്പം അതിനൊപ്പം സ്വീകരിക്കാവുന്ന ചില നടപടികളുണ്ട്. ആ നടപടികൾ ഇതിനു മുമ്പ് ഈ ആരോപണം നേരിടുന്ന ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് SFIO എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നതോ, ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നതോ, ഷോൺ ജോർജ് എന്ന് പറയുന്ന കേവലം ഒരു വ്യക്തിയെ പോലെയല്ലല്ലോ. അവർ കണ്ടെത്തിയിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള കണ്ടെത്തലുകൾ, 2 ഏജൻസികൾ, ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഔദ്യോഗിക ഈ കണ്ടെത്തലിൽ നിന്ന് എനിക്ക് എന്റെ പേരിനെ അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ പേരിനെ ചീത്തയാക്കുന്ന പരാമർശങ്ങൾ എക്സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നല്ലോ. ഒരു ബിസിനസ് നടത്തുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പേര് ഒരു ആരോപണത്തിൽ നിന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ശ്രീ ഷോൺ ജോർജ് എന്തും പറയട്ടെ എന്ന് വേണമെങ്കിൽ ഒരു നിലപാടെടുക്കാം. പക്ഷേ സർക്കാരിന്റെ 2 ഏജൻസികളുടെ റിപ്പോർട്ടിലോ അവിടെ ഒരു പേര് വരുന്ന സമയത്ത് ആ പേര് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കൂടുതൽ പ്രസക്തമാകുന്നത്. അതിനുശേഷം ഹാജരായിട്ട് കൂടുതൽ വിവരങ്ങൾ പറയുമ്പോൾ അതിൽ തടസ്സവാദം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആണെന്ന് ശ്രീ MP ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് മറുഭാഗത്ത് അങ്ങനെയല്ല. ഇനി 2, ഇടതുപക്ഷ മൂല്യം എന്നൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ആലങ്കാരികമായിട്ടുള്ള ചില പദങ്ങളുണ്ടല്ലോ. എന്റെ മകന്റെ പേരിലുള്ള ആരോപണം CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഇടതുപക്ഷ നേതാവാണ് ശ്രീ VS അച്യുതാനന്ദൻ. തന്റെ മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ ആളാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. നേരെ മറിച്ച് ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് എന്താണ്? എന്റെ മകളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങളുടെ കൈകളെല്ലാം കുടുംബപരമായിട്ട് ശുദ്ധമാണ്, ഞങ്ങൾ ആരും ഇതിലൊന്നും ചെയ്തില്ല, വീട്ടിലെ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി പറയരുത്. ആ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന മട്ടിൽ ശ്രീ MP ഗോവിന്ദൻ അടക്കം വന്നിട്ട് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള ഇടപാടാണ് എന്ന് പറയുന്നു. ഇദ്ദേഹമായിരുന്നു അതിന്റെ സാക്ഷി. അപ്പൊ ഈ രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് മുൻപ് LDF സർക്കാർ ഒരു ഇടതുപക്ഷ മൂല്യം എന്ന രീതിയിൽ കൊട്ടിഘോഷിക്കാൻ തക്ക രീതിയിൽ എന്തൊരു പ്രസിഡന്റ് ആണോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്, അതിനെ മറിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്. അതിനെ മറച്ചിട്ടുകൊണ്ട് ഇപ്പൊ ന്യായീകരിക്കാനായിട്ട് ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പാർട്ടിയുടെ വക്താക്കൾ പോലും ന്യായീകരിക്കാനായിട്ട് വരുന്നു. ഈ പറയുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷ മൂല്യമല്ല. അത്രയുമെങ്കിലും മനസ്സിലാക്കണ്ടേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കാൻ തയ്യാറാകാത്തത്? ഇപ്പൊ സ്വപ്ന സുരേഷിന്റെ കാര്യങ്ങൾ, അതിന്ന് ഇൻസിഡന്റലി നമ്മളിവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് അവർക്ക് കിട്ടിയിരുന്ന സാലറി, ആ സമയത്ത് അവർക്ക് എത്രയായിരുന്നു കോൺട്രാക്ച്വൽ എമൗണ്ട്, ആ സമയത്ത് അവർക്ക് കിട്ടേണ്ടുന്ന എമൗണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതൊരു ആരോപണമാണ്, അത് അന്വേഷിക്കപ്പെടണം. അത് സത്യമാണ് എന്ന രീതിയിൽ ആരും പറയുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് PWC സർക്കാരിന്റെ ഒരു പ്രത്യേക കാലയളവിൽ സേവനം നൽകുന്നുണ്ടെങ്കിൽ അതേ കാലയളവിൽ ഇവിടെ വേറൊരു കോൺട്രാക്ട് ഉണ്ടോ? ആ സമയത്ത് തന്നെയാണോ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത്? ഒരു ആരോപണമാണ്. അതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം നാട്ടിലുള്ള ആൾക്കാർക്കില്ലേ? ഈ അഴിമതി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെതിരായിട്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരെല്ലാവരും ഈ രീതിയിലുള്ള ഒരു കാര്യത്തിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകണം എന്നുള്ള ഒരു വാദത്തിലെങ്കിലും നമ്മളോടൊപ്പം നിന്നുകൂടെ? ഇപ്പം ഞങ്ങൾ പറയുന്ന വാദമൊന്നും തന്നെ ആരും ഉന്നയിക്കേണ്ട. നമ്മളിപ്പോ ശ്രീ മാത്യു കുഴൽനാടൻ പറയുന്നതോ ശ്രീ ഷോൺ ജോർജ് പറയുന്നതോ ഈ ചർച്ചയിൽ ഞാൻ പറയുന്നതോ ആയിട്ടുള്ള അഭിപ്രായത്തിനോട് ഒപ്പം നിൽക്കണമെന്നില്ല. പക്ഷേ ഇതിൽ ട്രാൻസ്പെറൻസി ഉണ്ടാകണം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു ആവശ്യമാണ് എന്തെങ്കിലും പറയരുതോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോളാർ വിഷയത്തിലോ ബാർക്കോഴ വിഷയത്തിലോ ഉള്ള നിരവധി വിഷയങ്ങളിലെല്ലാം തന്നെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര സുതാര്യതയും വേണ്ടതാണ്. ശ്രീ സേനാപതി വേണു, അവിടെ ഹസ്കർ എടുക്കുന്ന ഡിഫൻസീവ് എന്ന് പറയുന്നത് 2021 ആ കൂറ്റൻ ജനവിധിയാണ്. ഈ ആരോപണങ്ങളൊക്കെ അന്നും ഇപ്പോൾ ഈ PWCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ അന്നും വന്നതാണ്. ഈ K-ഫോണും ഇതെല്ലാം അന്ന് വന്നതാണ്, സ്പേസ് പാർക്കും ഇതെല്ലാം അന്ന് വന്നതാണ്. പക്ഷേ എന്നിട്ടും 2021 എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ അവർ പ്രതിരോധം തീർക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം മാത്യു കുഴൽനാടൻ തന്നെയാണ്. അല്ല, ആളുകള് വോട്ട് ചെയ്തു എന്നതുകൊണ്ട് ചെയ്തിരിക്കുന്ന തെറ്റുകളൊക്കെ മാഞ്ഞു പോകപ്പെടുമെങ്കിൽ ഈ സത്യമംഗലത്ത് നമ്മുടെ വീരപ്പന്റെ മകള് ഭാര്യ മുത്തുലക്ഷ്മി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 92% ആളുകളും വോട്ട് ചെയ്തത് അവർക്കാണ്. അപ്പോ എന്നതുകൊണ്ട് വീരപ്പൻ ചെയ്തിരിക്കുന്ന കാട്ടാനകളെ കൊല ചെയ്തതും ചന്ദനമോഷണവും ഒക്കെ അത് ന്യായീകരിക്കപ്പെടുമോ? ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളോ അതിന്റെ ഗ്രാവിറ്റി ഒന്നും ഒട്ടും കുറയുന്നില്ല. ഇവിടെ ഹസ്കർ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 8 കൊല്ലമായി പിണറായി വിജയനെ ഇങ്ങനെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടത്തിയിരിക്കുന്നു എന്ന്. ഞാൻ ഹസ്കറോട് വിനീതമായിട്ട് ചോദിക്കുന്നു, ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഏത്
സംരംഭമാണ് അഴിമതിയുടെ എന്താ പറഞ്ഞ ആരോപണം ഉണ്ടാകാത്ത ഏതെങ്കിലും ഒരു പദ്ധതി ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഇപ്പൊ ഏറ്റവും അവസാനത്തെ നമ്മൾ കഴിഞ്ഞ ഫോറങ്ങളിലെല്ലാം ചർച്ച ചെയ്തത് ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഗവൺമെന്റ് ഏത് മദ്യനയവും കൊണ്ടുവരട്ടെ, ഞങ്ങൾക്കാർക്കും ഇപ്പൊ ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ നമുക്ക് സമരം ചെയ്യാം, അതല്ല എങ്കിൽ നമുക്ക് അത് എതിർക്കാം. ഗവൺമെന്റ് ഇനി ഡ്രൈ ഡേ മാറ്റട്ടെ, അതല്ല എങ്കിൽ ഗവൺമെന്റ് ഇനി മദ്യം വിൽക്കുന്നതിന്റെ സമയം വർദ്ധിപ്പിക്കട്ടെ, ഇതൊക്കെ ഗവൺമെന്റിന് ചെയ്യാം. പക്ഷെ ഇവിടെ മഞ്ജുഷെ ഗവൺമെന്റ് ഒരു നയം എടുക്കാൻ പോകുന്നു എന്നതിന്റെ പേരിൽ, അതാണ് ഗവൺമെന്റ് ഒരു നയം എടുക്കാൻ പോകുന്നു എന്നതിന്റെ പേരിൽ എന്റെ നാട്ടുകാരൻ അനിമോൻ ഓരോ ബാറുകാരോടും 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടാ അത് വിരൽ ചൂണ്ടുന്നത് ഹസ്കർ? ഇതൊക്കെ ഈ എന്താ പറഞ്ഞ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ മുഴുവൻ ഈ എന്താ പറഞ്ഞ ഇതെല്ലാം നമ്മളങ്ങ് വിശ്വസിക്കണം എന്നാണോ? ഇപ്പൊ ഗവൺമെന്റ് പറയുന്നു നിങ്ങളുടെ മദ്യനയം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ അത് അബ്കാരി ചട്ടം നിങ്ങൾ ഭേദഗതി ചെയ്യോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷെ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്യാൻ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോഴേക്കും നാട്ടിലെ അബ്കാരി മുതലാളിമാര് അവൻ ഫണ്ട് പിരിവ് തുടങ്ങി. അത് ആർക്ക് വേണ്ടിയാ ഫണ്ട് പിരിക്കുന്നത്? ഹസ്കറിന് കൊടുക്കാനാണോ? അല്ലല്ലോ. ശ്രീജിത്ത് പണിക്കർക്ക് കൊടുക്കാനോ അല്ലെ മഞ്ജുഷിനോ എനിക്കോ തരാനോ അല്ലല്ലോ. ഇതാർക്കാ, ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇവിടെയാണ് ബഹുമാനപ്പെട്ട ശ്രീ ഹസ്കർ, നിങ്ങളുടെ ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും അത് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. അത് നിങ്ങൾ വന്ന് PPE കിറ്റ് വാങ്ങിച്ചത് മുതൽ, ഞാനിപ്പോ എല്ലാം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല. അങ്ങനെ വന്ന് മുഴുവൻ കാര്യങ്ങളും ഇപ്പോ എന്താ പറഞ്ഞ പാർപ്പിട പദ്ധതിയിൽ ലൈഫ് മിഷൻ അതിന്റെ 20 കോടി കൊണ്ടുവന്നതിൽ വിദേശത്തു നിന്ന് കിട്ടിയതിൽ 10 കോടിയുടെ അഴിമതി. ഇന്നലെ നമ്മൾ നിങ്ങളുടെ ചാനലാണോ മറ്റൊരു ചാനലാണോ കൊച്ചിയിൽ നിന്ന് 63 വീട് ഒരു കോളനിയിൽ കൊടുത്തതാണ് ലൈഫ് പാർപ്പിട പദ്ധതിയിൽ. അത് കൊടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ. ആ വീട്ടിൽ താമസിക്കുന്ന ഒറ്റ മഴ പെയ്തു കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മൾ പറയുന്നത്, ഓസിനകത്ത് വെള്ളം അടിക്കുന്ന പോലെയാണ് ഭിത്തിയിൽ കൂടി വെള്ളം ചോർന്നു വരുന്നത്. ലൈഫ് പാർപ്പിട പദ്ധതിയിൽ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുക. അതിന്റെ കാരണം എന്താണ്? അവിടെ 50% അല്ലെ 40% പോലും അതിന്റെ തുക വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. അത് അഴിമതിയിലേക്ക് പോയിരിക്കുന്നു. എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കേരളത്തിൽ മുകളിൽ നിന്ന് താഴെ വരെ ഏത് ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ, അത് ഫോണിന്റെ ഇടപാടായിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാമറയുടെ ഇടപാടായിക്കൊള്ളട്ടെ, ഈ ലൈഫ് മിഷന്റെ ഇടപാടായിക്കൊള്ളട്ടെ, ആശുപത്രിയിലേക്ക് PPE കിറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതാട്ടെ, എല്ലാം ഇപ്പോ അഴിമതിയിൽ മുങ്ങി നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ നമ്മളോട് പ്രചരിപ്പിക്കുകയാണ്, എന്താണ് പറയുന്നത്, ഞങ്ങൾ ഇടതുപക്ഷം എന്ന്. മാധ്യമ പ്രൊപ്പഗാണ്ട എന്നുള്ള വാക്കാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ ഉപയോഗിച്ചത്. കോൺഗ്രസിനെയും UDF-നെയും പോലും ഹസ്കർ കടന്നാക്രമിക്കുന്നില്ല, മാധ്യമങ്ങളെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്നതിന്റെ പേരിൽ. അതിനും ഒരു കാരണം ഞാൻ കാണുകയാണ്. പ്രതിപക്ഷം നിങ്ങൾ ദുർബലരാണ് സേനാപതി വേണു. ഇപ്പോൾ അടുത്തിടെ മുഖ്യമന്ത്രിയും കുടുംബവും സ്വകാര്യ വിദേശയാത്ര നടത്തിയിട്ട് പോലും 2 ദിവസം വാർത്താ സമ്മേളനം നടത്തിയ സതീശനെ പിന്നെ കണ്ടില്ല. ഇതും ഇത്തരത്തിലുള്ള ഈ ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് മറ്റുള്ളവരാണ് എന്നുള്ളത് 4-ാം തീയതി വൈകുന്നേരം ഏതായാലും നമ്മളെല്ലാം ചർച്ച നടത്തുമല്ലോ. ജൂൺ മാസം 4-ാം തീയതി ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രതിപക്ഷം ദുർബലമായിരുന്നോ പ്രതിപക്ഷം ശക്തമായിരുന്നോ എന്നുള്ള കാര്യം അത് നമുക്ക് അന്ന് തെളിയിക്കപ്പെടേണ്ട. അല്ല, അത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ജനവിധിയിൽ അത് UDF-ന് അനുകൂലമായി എന്ന് വെച്ച് നിങ്ങളുടെ ചെയ്തികളെല്ലാം ശരിയായിരുന്നു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഹസ്കറിന്റെ വാദം താങ്കൾക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുമായിരുന്നു 2021. ഞാൻ ഹസ്കർ പറഞ്ഞ ആ കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. KM മാണി സാറിനെതിരെയുള്ള ആ പിണറായി വിജയന്റെ പ്രസംഗങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ എല്ലാം ഇപ്പോഴും വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ പിണറായി വിജയന് ബാധകമായിട്ട് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല കൊള്ളകളും അവസാനമായിട്ട് സുതാര്യത എന്ന ഒരു വാക്ക് അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും കൂടുതൽ ഇടതുപക്ഷത്തിനാണല്ലോ ഉള്ളത്. പ്രത്യേകിച്ച് CPM-നും CPI-ക്കുമാണല്ലോ ഇക്കാര്യം ഏറ്റവും കൂടുതൽ എടുത്തു പറയുവാൻ തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞത് മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ പക്ഷേ ആ വാക്കിന് അർത്ഥമില്ലാത്ത ഒരു കാര്യമായി പോയി. കാരണം ഇവിടെ ഒന്നും സുതാര്യത കാണുന്നില്ല, അല്ലെങ്കിൽ ആരോപണങ്ങൾ വരില്ല, ആരോപണം ഉന്നയിക്കുവാനുള്ള അവസരം ഉണ്ടാവുകയില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ സഖാവ് EMS-ഉം സഖാവ് EK നയനാരും സഖാവ് VS അച്യുതാനന്ദനും ഇപ്പൊ സഖാവ് പിണറായി വിജയനും നിരന്തരം ആ കാലഘട്ടങ്ങളിൽ മാധ്യമ വിചാരണയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇത്തരം ഗൂഢാലോചനകൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്താ, സോളാർ സമരവുമായി ബന്ധപ്പെട്ട് സോളാർ വിഷയത്തിൽ അത് ആരോപണം എന്ന മുഖ്യമന്ത്രിയിലും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തന്നെ അറസ്റ്റ് ചെയ്യുന്നു, ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശിവശങ്കറിന്റെ കാര്യം വ്യത്യസ്തമാണ്.
പേഴ്സണൽ അവിടെ അവിടെ അങ്ങനെ? അവിടെ ഉയർന്ന ആരോപണം അദ്ദേഹത്തിനെ മല്ലേലി വിജിലൻസ് ശ്രീധരൻ അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയെ എക്സോണറേറ്റ് ചെയ്യുമ്പോൾ കാണേണ്ടത് മല്ലേലി ശ്രീധരൻ നായരുടെ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഉമ്മൻചാണ്ടി സ്റ്റാഫിനെ അദ്ദേഹത്തിന്റെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നില്ലേ? അത് അദ്ദേഹത്തിന്റെ തന്നെ സർക്കാർ അദ്ദേഹത്തിനെതിരെ കേസ് മാത്രമല്ല എടുക്കേണ്ടി വന്നില്ലേ? മല്ലേലി ശ്രീധരൻ നായരുടെ മൊഴി, ഞാൻ സോളാർ കാര്യമാണ് വരുന്നത്, ഞാൻ അതിലേക്കും വരാമെന്ന്. സോളാർ കേസിൽ മല്ലേലി ശ്രീധരൻ നായരുടെ മൊഴി ഇപ്പോഴും നിലനിൽക്കുന്നു. മല്ലേലി ശ്രീധരൻ നായർ കോൺഗ്രസ്സുകാരനാണ്. ഇനി രണ്ടാമത് ബാറിലേക്ക് വരാം. അന്ന് കെ മാണി സാറിനെതിരെ കൃത്യമായി അഴിമതി ആരോപണം ഉന്നയിച്ചത് ഞങ്ങളല്ല. അന്നത്തെ ബാർ ഉടമകളുടെ നേതാവും സംസ്ഥാന പ്രസിഡന്റ് ബിജു രമേശായിരുന്നു. അദ്ദേഹം ആരുടെ ബന്ധുവാ? ഇന്ന് അടൂർ പ്രകാശിന്റെ ബന്ധുവാ. അന്ന് കല്യാണം നിശ്ചയിക്കപ്പെട്ട സമയമാ. അന്ന് അദ്ദേഹം അത് ഉന്നയിക്കപ്പെട്ടു. അന്ന് കേരള കോൺഗ്രസ് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അതിൽ ഗൂഢാലോചന നടത്തിയ ആളുകളുടെ പേരുകൾ പറയുന്നു. UDF നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ മാറ്റി മാണി സാറിനെ കൂടെ ചേർത്ത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇക്കാര്യത്തിൽ എക്സാലോജിക്കിനെതിരെ അന്വേഷണ റിപ്പോർട്ടല്ല, വിധി തന്നെയുണ്ട്. അല്ല കേട്ടില്ല മഞ്ജുഷി, ഏത് വിധിയുണ്ടെന്ന്? അല്ല, CMRL ഇടപാടിനെ കുറിച്ച് അവിടെ ഉണ്ടല്ലോ. CMRLനെതിരായിട്ടുള്ള ആ വിധിന്യായം തന്നെയാണല്ലോ അത്. സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി തന്നെയാണല്ലോ അത് വന്നിരിക്കുന്നത്. സേവനം എന്താണെന്നുള്ള ചോദ്യം അതല്ല, സേവനം എന്താണെന്നല്ലല്ലോ. നമുക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടാണല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പശുവായി ഇവിടെ നിൽക്കുന്നത്. ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സ്വാഭാവിക നീതിയുടെ ലംഘനാണ്. ഇപ്പൊ എനിക്കെതിരെ ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് ഞാൻ പോലും അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം വിധി പ്രഖ്യാപിച്ചാൽ, ജുഡീഷ്യൽ സ്ഥാപനമാണെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണെങ്കിൽ അങ്ങോട്ട് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അതിൽ കുറ്റവാളിയാണ് എന്ന് വിധി എഴുതുന്നിടത്താണ് മഹാപരാധം. അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഞാനല്ലല്ലോ നിങ്ങളുടെ ആളുകൾ ഒരു മഹാപരാധം അല്ല ശ്രീ ഹസ്കർ, ഒരു നിമിഷം. ഒരു മഹാപരാധം അവിടെ ചെയ്തു, ശരി. ആ മഹാപരാധം തിരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? അവരത് ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഇതുവരെ തിരുത്തിയിട്ടില്ല, അതിൽ അന്വേഷണം നടക്കുകയാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് BN ഹസ്കർ, നന്ദി. ശ്രീ പണിക്കർ, നന്ദി. ശ്രീ സേനാപതി വേണു, ശ്രീ ഷോൺ ജോർജ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഷോൺ ജോർജിന്റെ ആരോപണം വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 82% പ്രേക്ഷകർ, ഇല്ലെന്ന് 15%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.